നിങ്ങൾ അറിഞ്ഞോ, നമുക്ക് IRB അഥവാ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് IRBയുടെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ്. IRB മീൻസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ. പക്ഷേ പേരേ ഉള്ളൂ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ എന്ന്. ഇത് നടത്തുന്നത് കേരള PSC ആണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ എക്സാമുകൾ നടത്തുന്നതും അതേപോലെ ലിസ്റ്റ് ഇടുന്നതും. ഇത് കേരള ഗവൺമെന്റ് ജോബാണെന്ന് അർത്ഥം. ഓക്കെ, പക്ഷെ കേരള ഗവൺമെന്റ് സാധാ പോലീസിനേക്കാളും കൂടുതൽ കുറച്ച് പ്രയോറിറ്റി കൂടുതൽ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനാണ് അപ്ലൈ ചെയ്യാൻ. അതേപോലെ 31 വയസ്സ് വരെ പറ്റും. SC കാറ്റഗറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ 31 വയസ്സ് വരെ പറ്റും. 10ാം ക്ലാസ്സിന്റെ യോഗ്യത മാത്രം മതി. 10ാം ക്ലാസ് മാത്രം മതി നമുക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി SC കാറ്റഗറിക്ക് ഇനിയിപ്പോ 10 ഫെയിൽ ആണെങ്കിലും ശരി, 10 പാസ്സായ ആൾക്കാർ അഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ കൂടി ജോലിക്ക് എടുക്കും. ഇവിടെ കിട്ടിയോ? അപ്പോ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള വരുന്നത് 29/1/2025 അതായത് ജനുവരി 29 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതിനു മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ഈ IRBയുടെ എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ കൂടുതൽ നമ്മളെ വീഡിയോസ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മളെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കൂട്ടുകാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ കൂട്ടുകാരുണ്ടാവും നിങ്ങൾക്ക്, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ അടുത്ത പേജിലേക്ക് പോവാം. ഇതിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ കാര്യങ്ങൾ സിലബസ് ഉൾപ്പെടെ നമ്മൾ ഇതിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. സിലബസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര വയസ്സ് വേണം, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഈ വീഡിയോയിൽ കിട്ടും. ഓക്കെ, നോക്കിക്കോളൂ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സെക്ഷൻ. ഏജ് ലിമിറ്റ് നോക്കിക്കോടാ. ജനറൽ കാൻഡിഡേറ്റ്സിന് 18 മുതൽ 26 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, IRB കോൺസ്റ്റബിളിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ എലിജിബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് 2/1/98 1/1/2006 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക്, അതായത് 26 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചുരുക്കം. ഇനി OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 3 വർഷം റിലാക്സേഷൻ കൊടുക്കും. അതായത് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2/1/95 1/1/2006 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, OBC കാറ്റഗറിക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി SC ST കാറ്റഗറിക്ക് നോക്കിയേ, 5 വർഷത്തെ റിലാക്സേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 93 മുതൽ 2006 ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, SC ST കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സ് സർവീസ്മാൻ കാറ്റഗറി ഉണ്ട്. അതായത് നിങ്ങളുടെ ആരെങ്കിലും ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യാണ്, എവിടുന്നെങ്കിലും റിട്ടയർഡ് ആയതായിരിക്കും. ചിലപ്പോൾ പോലീസിനോ അല്ലെങ്കിൽ ആർമിയുടെ നേവിന്നോ എവിടുന്നെങ്കിലും എന്ത് ചെയ്താവും റിട്ടയർഡ് ആയതായിരിക്കും. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, വളണ്ടിയർ എടുത്ത് പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 15 വർഷത്തെ ഏജ് ലിമിറ്റ് ആണ് എക്സ്റ്റെൻഡ്. അതായത് 41 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 83 തൊട്ട് 2/1/83 തൊട്ടിട്ട് 1/1/2006 വരെ ഉള്ള ആൾക്കാർ, അതാണ് ഇവിടുത്തെ ഏജ് ഗ്രാപ്പ് വരുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നോക്കടാ, നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, അതായത് ഇതിന് വരുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. മിനിമം നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം, 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചെസ്റ്റ് 81 അൺഎക്സ്പാൻഡഡ് ആയിരിക്കണം. അതായത് എക്സ്പാൻഡ് ചെയ്യാതെ നോർമൽ കാറ്റഗറി നിങ്ങൾക്ക് എന്ത് വേണം, 81 സെന്റിമീറ്റർ ഉണ്ടാവണം. പിന്നെ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ, അതായത് 81 + 5, അപ്പൊ 86 എന്തുണ്ടാവണം, എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഹൈറ്റിന് റിലാക്സേഷൻ ഉണ്ട്, 160 മതി. ജനറൽ കാറ്റഗറിക്കാണ് എന്ത് പറഞ്ഞത്, 167 ഒക്കെ വേണമെന്ന് പറഞ്ഞത്. പക്ഷെ ഷെഡ്യൂൾഡ് കാസ്റ്റ് SC കാറ്റഗറിക്ക് 160 സെന്റിമീറ്റർ മതി. അതുപോലെ തന്നെ ചെസ്റ്റ് 76 + 5 മതി. പിടികിട്ടിയോ? അത് നല്ലൊരു ബെനിഫിറ്റ് ആണത്. അതായത് ചെസ്റ്റ് ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാർക്ക്, നമ്മുടെ ആർമി നേവി പാരാമിലിറ്ററി നോക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 76 ഉണ്ടെങ്കിൽ തന്നെ ഇതിന് നോക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാം. ഇനി അടുത്തത്, ഈ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാ കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ SC ആണെങ്കിൽ ശരി 76 + 5 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പം ജനറൽ കാറ്റഗറി ആണെങ്കിൽ എന്തുണ്ടാവണം, ഈ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് നോക്കണം, വിഷ്വൽ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറയാനുള്ളത്. വിഷ്വൽ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ വിഷ്വൽ അറിയാലോ, വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം, 6/6 ബോത്ത് ഐസ് ഉണ്ടാവണം, നിയർ വിഷൻ 0.5 എന്ന് ഉണ്ടാവണം, 2
കണ്ണിനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ്, സ്കിന്ന്, മോർബിഡ് ഐലിഡ് കണ്ടീഷൻസ്, ഇൻകംപ്ലീറ്റ് ഫീൽഡ് ഓഫ് വിഷൻ ഒക്കെ എന്താണ് ഡയറക്റ്റ് ഡിസ്ക്വാളിഫിക്കേഷനുള്ള കാരണങ്ങളാണ്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നോക്ഡി ഉണ്ടാവാൻ പാടില്ല, ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവാൻ പാടില്ല, വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ പാടില്ല, ബോലക്സ് ഉണ്ടാവരുത്, ഡീഫോംഡ് ലിംസ് ഉണ്ടാവരുത്, ഇറഗുലർ ഓർ പ്രൊട്രൂഡിങ് ടീത്ത് ഉണ്ടാവാൻ പാടില്ല, ഡിഫക്റ്റീവ് സ്പീച്ച് അല്ലെങ്കിൽ ഹിയറിംഗ് ഉണ്ടാവാൻ പാടില്ല. ഒക്കെ പ്രോപ്പർ ആയിരിക്കണം എന്നാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ആണ്. അടുത്തത് നോക്കടാ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റിക്വയർഡ് ഫ്രം എ ഗവൺമെന്റ് അസിസ്റ്റന്റ് സർജൻ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സർജൻ പോസ്റ്റുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ കണ്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഐസൈറ്റ് ഓക്കെ ആണെന്നുള്ള ഒരു ഫോം ഫില്ല് ചെയ്യിച്ച് അവർ അറ്റസ്റ്റ് ചെയ്ത് തരണം. ആ ഫോം നിങ്ങളെ നമ്മൾ നോട്ടിഫിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്കിൽ ഞാനിടാം. അതിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പൊ അവിടുന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്ത് നോക്കിക്കോളൂ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്രം എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. ഇവിടെ ഞാൻ എൻ്റെ പേര് എഴുതി, സായുജ് എന്ന് എഴുതി. അതേപോലെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. അതുപോലെ തന്നെ ഡിസ്റ്റന്റ് വിഷൻ എത്ര ഉണ്ട്, ലെഫ്റ്റ് ഐ എത്ര ഉണ്ട്, അതേപോലെ നിയർ വിഷൻ നിങ്ങൾക്ക് എത്രയാണ്, ഫീൽഡ് ഓഫ് വിഷൻ ഒക്കെ അവിടുന്ന് കണക്ക് അവർ അളന്നിട്ട് തരും. അപ്പോൾ അടുത്തത് എന്താണ്, ബ്രിട്ടൻ ടെസ്റ്റ് അല്ലെങ്കിൽ OMR ടെസ്റ്റ് ആണ് ഫേസ് 2 വരുന്നത് കേട്ടോ. അവിടെ പ്രൊസീഡ് ദിസ് സ്റ്റേജ് ആണ്, അതായത് ഇത് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എന്താണ് OMR പോവാന്നാണ്. ഓക്കെ, ഇനി OMR ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇനി കാൻഡിഡേറ്റ്സ് ഹു ക്ലിയർ OMR അവരെങ്ങോട്ട് പോകും, ഇത് ക്ലിയർ ചെയ്യുന്ന OMR ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ നേരെ PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്കും പോകുന്നതാണ്. ഓക്കെ, ഈ 3 സ്റ്റേജസ് ആണ് അവിടെ ഉള്ളത്. മക്കളെ, അടുത്ത് പറയുന്നത് ക്വാളിഫയിങ് ക്രൈറ്റീരിയ ആണ്. ക്വാളിഫയിങ് ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, 8ഓളം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നോക്കിക്കോ, 100 മീറ്റർ റേസ് നിങ്ങൾ 14 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, ഓടിക്കയറണം. പിടിയിട്ടോ, അതായത് 14 സെക്കൻഡ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ 1.2 മീറ്റർ 1.32 മീറ്ററിന്റെ ഹൈ ജമ്പ് ഉണ്ടാവും, 4.57 മീറ്ററിന്റെ ലോങ് ജമ്പ് ഉണ്ടാവും, ഷോർട്ട് പുട്ട് ഉണ്ടാവും, അത് നിങ്ങൾ 6.9 മീറ്റർ ദൂരത്തേക്ക് എറിയണം. പിന്നെ ക്രിക്കറ്റ് ബോൾ എറിയാനുണ്ടാവും, അത് നിങ്ങൾ 60.96 മീറ്റർ, ഏകദേശം 61 മീറ്റർ നിങ്ങൾ എറിയണം. അതേപോലെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ടാവും, അത് 3.65 മീറ്റർ നിങ്ങൾ റോപ്പ് ക്ലൈംബ് ചെയ്ത് മേലോട്ട് കയറി പോകണം. അതേപോലെ പുള്ളപ്പ് ഓർ ചിന്നിങ് ഉണ്ടാവും, അത് 8 ടൈംസ് ആണ് ഉണ്ടാവുക, 8 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ 1500 മീറ്റർ ഓട്ടം ഉണ്ടാവും, ഇതിനുണ്ടാവുന്നത് 5 മിനിറ്റും 44 സെക്കൻഡ്സും ആണ്. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇന്ത്യൻ ആർമിയുടെ ഒക്കെ നമ്മൾ 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ഓടിക്കയറുന്നതാണ്, 1600 ഒക്കെ ഓടിക്കയറുന്നതാണ്. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. ഇതിൽ തന്നെ ഈ ഇത്രയും വരുന്നതിൽ മിനിമം 5 എണ്ണം, 8ൽ മിനിമം 5 എണ്ണം എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. പിടികിട്ടിയോ? അടുത്ത നമുക്ക് നോക്കാനുള്ള സിലബസ് ആണ്. സിലബസ് 2025 IRB കോൺസ്റ്റബിളിന്റെ സിലബസ് ആണ് നമ്മൾ പറയാൻ പോണത്. ഉണ്ടാവുന്ന മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഉണ്ടാവും, അതേപോലെ ഇംഗ്ലീഷ് ഉണ്ടാവും. ഇത് മാത്രമല്ല ഇനിയുണ്ട്, ഇപ്പുറത്ത് എന്തുണ്ടാവും, ജനറൽ നോളജും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജനറൽ ഇന്റലിജൻസിൽ നിങ്ങൾക്ക് അനലോഗീസ് ഉണ്ടാവും, പ്രോബ്ലം സോൾവിംഗ് ഉണ്ടാവും, സ്പേഷ്യൽ ഓറിയന്റേഷൻ, സ്പേസ് വിഷ്വലൈസേഷൻ, അനാലിസിസ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഫിഗർ ക്ലാസിഫിക്കേഷൻ, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്സ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അരിതമാറ്റിക്കൽ റീസണിങ്, അരിതമാറ്റിക് നമ്പർ സീരീസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ, അതായത് നമ്മുടെ മാത്സിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് നമ്പർ സിസ്റ്റം ഉണ്ടാവും, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ഉണ്ടാവും, ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും, ഫണ്ടമെന്റൽ ആൻഡ് അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും, പെർസെൻറ്റേജ്, മിക്സർ ആൻഡ് അലിഗേഷൻസ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഡിസ്കൗണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് എവിടെ ഉണ്ടാവുക, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ ഉണ്ടാവുക. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ വൊക്കാബുലറി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, ഗ്രാമർ, ഇഡിയംസ്, ഫ്രേസ്, സിനോണിംസ്, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ, അൺസീൻ പാസേജസ്, ആന്റോണിംസ് തുടങ്ങിയ സാധനങ്ങളാണ് ഉണ്ടാവുക. GK-ലാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ്, സയൻസ്, ബയോളജി ആൻഡ് ഹ്യൂമൻ സൈക്കോളജി, സോഷ്യൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് എവിടെ ഉണ്ടാവുക, GK-യിൽ ഉണ്ടാവുക. ഇതിന് പ്രോപ്പർ ആയിട്ടൊരു സിലബസ് ഉണ്ടാവും, സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ആവാം. നോക്കിക്കോ, നിങ്ങൾ പാസ്സാവാൻ IRB കോൺസ്റ്റബിളിന്റെ എക്സാം പാറ്റേണിൽ നിങ്ങൾ പാസ്സാവാൻ ഇംഗ്ലീഷിന് 35 മാർക്ക് ഉണ്ടാവും. 35 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് ഉണ്ടാവുക. ജനറൽ ഇന്റലിജൻസിന് 35, അതുപോലെ തന്നെ 35 മാർക്കും ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 ചോദ്യങ്ങൾ ഉണ്ടാവും മാത്സിൽ. ഓക്കെ, ജനറൽ നോളജിൽ നിന്ന് 50 ചോദ്യങ്ങൾ ഉണ്ടാവും. പിടികിട്ടിയോ? അപ്പോൾ മൊത്തം 150 മാർക്കിന്റെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് IRB കമാൻഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്.
അതിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് കിട്ടാവുന്ന എക്സാം ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ഡെമോ ക്വസ്റ്റ്യൻസ് 499 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു 10 സെറ്റോളം നിങ്ങൾ ഡെമോ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പഠിക്കേണ്ട കുറെ മെറ്റീരിയലും ഞങ്ങൾ തരാൻ റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട്, അക്ഷയയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ നിങ്ങളെ അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ജോബ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാം കേട്ടോ. കാരണം ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ്. 31 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.